ഹായ്, വെൽക്കം ടു അവർ ചാനൽ യുവേഴ്സ് ഫാമിലി. ഇന്നലെ അതിഗംഭീരമായൊരു വഴക്ക് നടന്നു. വേറെ ഒന്നുമല്ല, പിള്ളേരുടെ തലമുടി വെട്ടുന്നതിനെ ചൊല്ലിയാണ് വഴക്ക്. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരുടെ തലമുടി വെട്ടുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അതായത് ഒരു പരിധി വരെ ചുമ്മാ പറ്റ വെട്ടി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വെട്ടി മഷ്റൂം അടിച്ച് അങ്ങനെ കൊണ്ടുപോയി നടക്കുന്നതൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഇവരുടെ തലമുടി ഞാൻ വളർത്തിയേക്കുന്നത്. പ്രത്യേകിച്ച് മോളുടെ തലമുടി മീൻസ് വെട്ടുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഭാര്യ എന്ത് ചെയ്ത് അതിന് സമ്മതിക്കില്ല. എൻ്റെ ഭാര്യ പറയുന്നത് അത് വെട്ടണം, വെട്ടിക്കഴിഞ്ഞാലേ അതിൻ്റെ ഭംഗിയുള്ളൂ, എന്തോ പറയാം, അതിന് ഉള്ളുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ കുറച്ച് നീണ്ട ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് 3 പേരുടെയും ഞങ്ങൾ തലമുടി വെട്ടിയാലോ എന്നുള്ളൊരു ചിന്തയുമായി. അത് ചീകാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതൊന്ന് ചീകി വെച്ചേ, അതൊന്ന് ചീകി വെച്ച് നോക്കി. അതൊന്ന് സാറുടെ കാണിച്ചേ, സാറെ തലമുടി കാണിച്ചേ. കണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു തുള്ളി കട്ടിയില്ലാത്തൊരു മുടിയാണ്. ഒരു സ്വല്പം പോലും ഇതുകൊണ്ടോ വില്യത്ര തലമുടി കണ്ടോ? എന്ത് നല്ല സ്മൂത്ത് തലമുടി കാണിച്ചു വില്യം. ഇതുകൊണ്ടോ? ഒന്ന് ജമ്പ് ചെയ്തേ. വില്യത്തിന്റെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കി തുടങ്ങി. വില്യത്തിന്റെ കണ്ണ് പോലും കാണാൻ പറ്റുന്നില്ലത് പറഞ്ഞ് വില്യത്തെ കളിയാക്കി തുടങ്ങി. പക്ഷേ വിൽബേട്ടിന്റെ ഹെയർ എന്തായാലും കട്ട് ചെയ്യണം. കാരണം വിൽബേട്ടിന്റെ ഇച്ചിരി കട്ടിയുള്ള ഹെയർ ആണ്. പക്ഷെ വില്യത്തിന്റെയും സാറയുടെയും ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തി ഹെയർ ആണ്. നോക്കിയാൽ നല്ല ചാടി ചാടി നടക്കുന്ന നല്ല അടിപൊളി ഹെയർ ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഒന്നും പറ്റ വെട്ടി വിടാൻ പറയുന്നില്ല. ഈ ഒരു തവണ വെട്ടി അതൊന്ന് മഷ്റൂം അടിച്ച് കുറച്ച് നാളൊന്ന് പിള്ളേർ ഈ ചൂടുകാലത്തൊന്ന് ഒതുങ്ങിയ മുടിയൊക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എനിവേ തീരുമാനത്തിലെത്തി. കുടുംബ വഴക്കിന് ശേഷം 3 പേരെയും കൊണ്ട് മുടി വെട്ടിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. മുടി എല്ലാവരുടെയും ഒന്ന് ഒതുക്കുക. സേറയുടെ മുടിക്ക് ഇച്ചിരി കട്ടി വരുത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറ്റ വെട്ടി വിടണം. അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ കെട്ടിയും കുടുംബ സമാധാനത്തെ പ്രതി ഇറങ്ങിപ്പോരുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഇനി വിൽബേട്ടിന്റെ ഇപ്പൊ താഴെ തോർന്ന് ചെറുതായിട്ട് കിട്ടി. വിൽബേട്ട് ഇതിപ്പം ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും മിനിമം ഒരു 4-5 അടിയെങ്കിലും കഴിഞ്ഞു കാണും. പിള്ളേരായിട്ടും അമ്മയായിട്ടും അപ്പനായിട്ടും എല്ലാവരുമായിട്ടും. എന്നിരുന്നാലും ഇനിയുള്ള ഞങ്ങളുടെ അംഗങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. ഓക്കെ, വിൽബർട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. മഷ്റൂം അങ്ങനെ ഫസ്റ്റ് ജുഗ്രു കയറി, വിൽബർട്ട് കയറി ഇരിപ്പുണ്ട് ഹെയർ കട്ടിങ്ങിന്. വിൽബർട്ട് ഏത് സ്റ്റൈലാണ് വിൽബർട്ടിന് വേണ്ടത്? ഏത് സ്റ്റൈലാണ് വേണ്ടത്? ഉണ്ണിച്ചാട്ടയുടെ സ്റ്റൈലാണോ വേണ്ടത്? നമുക്ക് മഷ്റൂം അടിച്ചാലോ? അമ്മ പറഞ്ഞു കൊച്ചിൻ്റെ ഫേസിൽ ചേരുന്ന ഏതെങ്കിലും ഹെയർ കട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൊച്ചിൻ്റെ ഫേസിന് മാച്ച് ആയിട്ടുള്ളൊരു ഹെയർ കട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുന്ദരനാക്കി തരുമേ. ചിന്തിക്കാൻ കൂടെ വയ്യ. ഇത് കുറച്ച് നാളത്തേക്കുള്ള അത് മുടി വളർന്നു വന്നോളൂന്നേ. കഷ്ടം. അവനും വലിയ താല്പര്യമൊന്നും ഇല്ല.
ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെയും കൂടെ മുടി വെട്ടിയാൽ ഞങ്ങൾ പോകും. ഞാൻ മുടിക്കാൻ നോക്കിക്കേ. ഓ താങ്ക് യു പറ അങ്കിളിനോട്. സൗണ്ടിൽ പറ താങ്ക് യു. സേറയുടെ ചാൻസിന് വേണ്ടി സേറയും കയറിയിരുന്നു. ഹാപ്പിയാണ് സേറയ്ക്ക് ഹെയർ കട്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ അപ്പന് ജീവൻ പോകുന്ന വിഷമാണ് സേറയുടെ മുടി വെട്ടുന്നത്. നല്ല സിൽക്കി ഹെയർ ആണ്, പക്ഷെ ഒരു തുള്ളി കട്ടിയില്ല. ഇച്ചിരി കട്ടി വന്നോട്ടെ എന്നോർത്ത് വെട്ടി 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 വേണ്ടേ കട്ടി വരാൻ ഞാൻ വെട്ടാം. സേറയ്ക്ക് ഭയങ്കര സന്തോഷമാണ് മുടി വെട്ടാനായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കുന്നത്. ഭയങ്കര ചിരിയാ. ഹാപ്പിയാണ് സേറ. ഉണ്ട്. ഇത് കിഡ്സിന് വേണ്ടിയുള്ള സലൂണാണ്. നല്ല കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. പ്ലസ് ടി വിയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കരച്ചിലൊന്നും ഇല്ലാണ്ട് അവർ ഹെയർ കട്ടിങ്ങിന് ഇരുന്ന് കൊടുത്തോളും. വിൽബർട്ടിനും സേറയ്ക്കും വഴക്കൊന്നും ഇല്ല ഹെയർ കട്ടിങ്ങിന്. പണ്ട് വില്യം കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും കരഞ്ഞ് കാറി നിലവിളിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നാണ് വെട്ടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഈ സലൂണുമായിട്ടങ്ങ് യൂസ്ഡായി. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പിള്ളേർക്ക് സ്യൂട്ടായിട്ട് ഫേസിന് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ അവർ ഹെയർ കട്ട് ചെയ്ത് തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അല്ലേ പാവൻ്റെ സേറാമ്മയുടെ തലമുടി മൊത്തം വെട്ടി കണ്ടിച്ച് കളഞ്ഞു. കണ്ടോ എത്ര ക്യൂട്ടായിരുന്നറിയോ സേറ. ഹെയർ എല്ലാം പോയി, സേറയുടെ ഹെയർ എല്ലാം പോയി. പുറത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇവിടെ. എന്നിരുന്നാലും പക്ഷെ നല്ലൊരു നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇവർ കട്ട് ചെയ്ത് തരും. സേറാമ പൊളിക്കും കേട്ടോ. എനിക്ക് വയ്യ. സേറാമയ്ക്ക് ഒരു ലവ് ചിഹ്നമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുവാണോ ഇത്, ദൈവം തന്നെ അറിയാം. സേറാമ ഹാപ്പി ആട്ടോ. ഇതിനൊക്കെ നിന്ന് വന്നോളൂ, ഒരു കുഴപ്പമില്ല. ഉപയോഗത്തിലാണ് സേറ. ഒന്നുകൂടെ ടെൻ ചെയ്യും. മൊത്തം ഒരുമാതിരി പുലി മാന്തി പോലെ ആയല്ലോ ചോറും. തിരിഞ്ഞേ. എനിക്ക് വയ്യ. ഇങ്കുറു നീ ഒന്നും കൂടെ ആലോചിച്ച ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. എനിക്കിതിനകത്ത് യാതൊരു ഇതുമില്ല. ഹെയർ കട്ട് ചെയ്യാൻ പോവാട്ടോ. ആ ശരിടാ. ഞാൻ എത്ര വർഷമായിട്ട് വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ ജിങ്കുറു. ഇങ്കുറു വില്യം നിന്റെ ഹെയർ മൊത്തം പോയി. ഇനി എനിക്ക് നിന്നെ വേണ്ട കേട്ടോ. നൈറ്റിൽ 8 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഓപ്പണിംഗ് ടൈം വാ. ഓപ്പണിംഗ് 11 o'clock. 11 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും. 8 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. വരയിട്ട് തകർക്കുക കേട്ടോ. വില്യത്തിൻ്റെ ആഗ്രഹം തീർത്തു കൊടുക്കുകയാണ്. വില്യത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വരയിടണമെന്ന്. ഒരുമാതിരി പൂച്ച മാതിയ അവസ്ഥയായി. പൂച്ച മാന്തിയാണ് നിന്നെ. എന്താടാ? കുറുങ്ങിപ്പൂച്ചയല്ല, കുറിഞ്ഞിപ്പൂച്ച. കുറിഞ്ഞിപ്പൂച്ച. ആ കുരിഞ്ഞിയല്ല, കുറിഞ്ഞി പൂച്ച. ടോപ്പ് കട്ട് ചെയ്യണോടോ ഇനി മേൽഭാഗം. നിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചേ.
Don't worry. കലാബോധമില്ലാത്തവൾ നിൽക്കുന്നു. കലാബോധമില്ലാത്തല്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം. എന്റെ 3 മക്കളെ കണ്ടിട്ട് മെന വെച്ചു. പിന്നെ ഭയങ്കര മെന വെച്ചിട്ട് അങ്ങ് രക്ഷയില്ലാതിരിക്കുക. അതാ ഷോ മൂവ് ആജിത് ബസ്. ഇച്ചിരി ഉള്ളു. ആ സെയിം. Where are you from? You from Morocco. Ah, yes. ഹെയർ കട്ടിംഗ് ചേട്ടൻ ഇവര് മൊറാക്കോക്കാരാട്ടോ. എന്നാ എന്തിനാടാ? എന്തോ വള്ളിക്കെട്ടാട്ടോ. പോടാ. ചെറിയ ഐബ്രോ വേണ്ട മോനെ, അത് മതി, ഇത്രയും മതി. ഇത്തിരി ഓവറായ മഹ വൃത്തികളാ. ഇന്ദ്രു പറഞ്ഞത് വില്യം പറഞ്ഞത് അതിൻ്റെ ഐബ്രോയും കൂടെ വരയ്ക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇറങ്ങിക്കോ. இந்த காலம் மத கட்மினி குளிக்கிறோம். വിൽബാറ്റ് വന്നിട്ടുണ്ട്. ഇനി അപ്പ പറ, അപ്പായിക്ക് ഓക്കെ ആണോന്ന് പറ. ഇച്ചിരി മെന വെച്ചില്ല മോങ്ങണ്ട്. അപ്പയുടെ ആഗ്രഹത്തിനനുസരിച്ച് മുടിയുടെ ഫ്രണ്ട് ഒത്തിരി വെട്ടി കളഞ്ഞിട്ടുമില്ല. ഇവിടെ വന്നേ. ഹാപ്പിയാണോ? 3 പേര് ഹാപ്പി ആയോ? ഒരു മെയിൻ ഇൻഫോർമേഷൻ തരാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വാക്സിനേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇമ്മ്യൂണാപ്പിൻ്റെ അകത്ത് ഇമ്മ്യൂണാപ്പ് കാണിച്ചിട്ട് മൊബൈലിൽ ഇമ്മ്യൂണാപ്പ് കാണിച്ചിട്ട് മാത്രമേ അവരകത്തേക്ക് കയറ്റുള്ളൂ. വൈഫ് 6 months പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ കയറ്റി വിട്ടു. ഫോൺ ചോദിച്ചു, പക്ഷേ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിട്ടേച്ചു. എല്ലായ്പ്പോഴും എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇന്നലത്തെ വാക്കുതർക്കത്തിൻ്റെ ഒടുവിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. രണ്ടും കൽപ്പിച്ച് മുടി വെട്ടിക്കാൻ പോയേക്കാന്ന്. അങ്ങനെ വന്ന് മുടിയും വെട്ടി അത്യാവശ്യം പിള്ളേരൊന്ന് എൻജോയ് ചെയ്ത് ഒന്ന് ഓടി നടന്ന് എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇനി നിങ്ങൾ തന്നെ പറയുക, ഇപ്പോഴായിരുന്നോ പിള്ളേർക്ക് മെന വെച്ചത് അതോ നേരത്തെ ആയിരുന്നോ എന്ന്? ഇല്ല, അപ്പയും സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കറിയാം, ആ ഫേസ് കാണുമ്പോൾ എനിക്കറിയാം അപ്പയും സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട്സിനും ഒത്തിരി താങ്ക്സ്. ബൈ. സാറ ബൈ പറ. ബൈ പറ.